കരുനാഗപ്പള്ളി ഏജൻസി. LDF കൺവീനർ സ്ഥാനം രാജിവെക്കാനൊരുങ്ങി EP ജയരാജൻ. രാജ്യസന്നദ്ധത പാർട്ടിയെ അറിയിച്ചു. തീരുമാനം BJP ബന്ധ ആരോപണത്തിൽ CPIM സെക്രട്ടേറിയറ്റ് യോഗത്തിലെ വിമർശനത്തിന് പിന്നാലെ സംസ്ഥാന സമിതിക്ക് കാക്കാതെ കണ്ണൂരിലേക്ക് മടങ്ങി. സംവിധായകൻ രഞ്ജിത്തിനെതിരെ വീണ്ടും കേസെടുത്തു. കോഴിക്കോട് കസബ പോലീസ് കേസെടുത്തത് യുവാവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. പ്രകൃതി വിരുദ്ധ പീഡനം, IT ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി. നടിയുടെ മൊഴിയിൽ ഇടവേള ബാബുവിനും സുധീഷിനുമെതിരെ ലൈംഗികാക്രമണത്തിനും കേസെടുത്തു. സംവിധായകൻ ശ്രീകുമാർ മേനോനെ പരാതിയുമായി ജൂനിയർ ആർട്ടിസ്റ്റ്. ലൈംഗിക പീഡന പരാതിയിൽ അന്വേഷണത്തോട് സഹകരിക്കാതെ മുകേഷ്. ആവശ്യപ്പെട്ടിട്ടും മരടിലെ ഫ്ളാറ്റിന്റെ താക്കോൽ കൈമാറിയില്ലെന്ന് അന്വേഷണ സംഘം. MLA സ്ഥാനം രാജിവെക്കണോ എന്നതിൽ CPM സംസ്ഥാന സമിതിയിൽ ചർച്ച. മുകേഷിനെ കേട്ടതിനു ശേഷം അന്തിമ തീരുമാനം. കൊല്ലത്തെ നേതാക്കളുടെ നിലപാടും നിർണായകം. എമ്മ കമ്മിറ്റി റിപ്പോർട്ടിൽ മോഹൻലാലിന്റെ ആദ്യ പ്രതികരണം ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണും. അമ്മയിലെ കൂട്ടരാജിയിലടക്കം താരത്തിന്റെ പ്രതികരണം കാത്ത് കേരളം. കോഴിക്കോട് കൂടരഞ്ഞിയിൽ മകനെ അച്ഛൻ കുത്തിക്കൊന്നു. ഉറങ്ങിക്കിടക്കുമ്പോൾ കത്തികൊണ്ട് നെഞ്ചിൽ കുത്തി. ആക്രമണം മദ്യലഹരിയിലെന്ന് ബന്ധുക്കൾ. പിതാവ് ജോൺ പോലീസ് കസ്റ്റഡിയിൽ. സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുന്നു. ഡ്യൂറന്റ് കപ്പ് ഫൈനൽ ഇന്ന്. കലാശപ്പൂരിൽ മോഹൻ ബഗാൻ എതിരാളികൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. മത്സരം വൈകിട്ട് 5-ന് കൊൽക്കത്തയിൽ. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഔദ്യോഗിക അവതരണം ഇന്ന് തിരുവനന്തപുരത്ത്. LDF കൺവീനർ സ്ഥാനം രാജിവെക്കാനൊരുങ്ങി EP ജയരാജൻ. രാജ്യസന്നദ്ധത പാർട്ടിയെ അറിയിച്ചു. തീരുമാനം BJP ബന്ധ ആരോപണത്തിൽ CPIM സെക്രട്ടേറിയറ്റ് യോഗത്തിലെ വിമർശനത്തിന് പിന്നാലെ സംസ്ഥാന സമിതിക്ക് കാക്കാതെ കണ്ണൂരിലേക്ക് മടങ്ങി. വിവരങ്ങളുമായി ഇപ്പോൾ ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കഴിഞ്ഞ കുറേ നാളുകൾ